ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് മെഹന്തി ഡിസൈൻസാണ് കാണിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് മെഹന്തിൻ്റെ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. നോമ്പെടുത്തതിൻ്റെ കുറച്ചധികം തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു സ്പെയറിൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും 3 ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 ഫ്ലവേഴ്സൊന്ന് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫ്ലവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കൈയിൻ്റെ അടുത്ത സൈഡിലോട്ട് പോകുന്ന രീതിയിൽ 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന 2 ലൈൻസ് ഒന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുക. ഇനി താഴെ കൊടുത്ത ലൈനിൽ ഒരു സ്പെയറിൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും 3 പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ലൈനിൽ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഫ്ലവേഴ്സ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മുകളിൽ കൊടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഹംസും വരച്ചെടുക്കുക. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം ഒരു കോൺ ഷേപ്പ് വരുന്ന രീതിയിൽ 2 ലൈൻസ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൈൻസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഓരോ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. ഇനി അടുത്തൊരു സൈഡിലും ഇതുപോലെ തന്നെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക. ഇനി കോളത്തിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചെടുക്കണം. അതിനായിട്ട് കർവ് വരുന്ന ലൈന് 2 സൈഡിലോട്ടും വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഫ്ലവർ വരച്ചെടുക്കാൻ പറ്റും. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പെറ്റൽസിന് മാത്രം ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഉൾഭാഗത്ത് ഒരു ഷേപ്പ് വരുന്ന ഭാഗം മാത്രം ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ കോളങ്ങളും ഒന്ന് ഫില്ല് ചെയ്തെടുത്ത ശേഷം രണ്ടാമത്തെ ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു സ്പെയറിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലൊന്ന് ഹംസ് വരച്ചിട്ട് ഫ്ലവറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് അടുത്തൊരു സ്പെയറിൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലും ഒന്ന് ഹംസ് വരച്ചിട്ട് ഫ്ലവറാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലും കംപ്ലീറ്റ് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് എല്ലാ ഫ്ലവേഴ്സിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് ഗ്യാപ്പിട്ട് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഫിംഗറിൽ താഴോട്ട് കുറച്ച് സ്പേസ് ഇട്ട ശേഷം 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ലൈനിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെയും ഇപ്പോൾ വരച്ചെടുത്ത ഹംസിൻ്റെയും ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സിഗ്സാഗ് വരുന്ന ലൈൻസ് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിലോട്ടും ലൈൻസ് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക. ഇനി മുകളിൽ വരച്ചെടുത്ത ഹംസിൻ്റെ മുകളിൽ 3-4 ഡോട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ ഫിംഗേഴ്സും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇന്നത്തെ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ സിമ്പിളാണ്. കൈയിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം കുറച്ച് ടൈം മതിയാവും. ബാക്കിയൊക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാ ഫിംഗേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് ഓരോ പ്ലസ് വരുന്ന ചിഹ്നം വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പ്ലസിൻ്റെ സൈഡിലും ഓരോ സ്പൈറൽസ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിൻ്റെ മുകളിലൊക്കെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ ഒന്ന് ഓരോ ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കയ്യിൽ മുഴുവനായിട്ട് ഏകദേശം ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ വരച്ചെടുക്കാം. ഒട്ടും വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ തന്നെ വരച്ച് പഠിക്കാൻ പറ്റിയ കുറച്ച് ഡിസൈൻസാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് മാക്സിമം സ്പീഡൊക്കെ കൂട്ടിയിട്ട് 3-4 വീഡിയോസൊക്കെ ഒരുമിച്ചാണ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയും സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് തീരെ ലെങ്ത് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനോടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ബാക്ക് സൈഡിലോ ഫ്രണ്ട് സൈഡിലോ ഇതുപോലെ ഒന്ന് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. സർക്കിൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് വരക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കുപ്പിൻ്റെ അടപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി വരച്ചെടുത്ത റൗണ്ട് ഷേപ്പിൻ്റെ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഗ്യാപ്പിട്ടിട്ട് ഓരോ ഡോട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു ഭാഗം ഫില്ലായിട്ടുണ്ടെങ്കിൽ ഇനി ഫിംഗറിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ കർവ് വരുന്ന ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് മുകൾ ഭാഗം വരെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചെടുത്തിട്ട് ആ ഒരു ലൈനിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഡോട്ട്സ് ഇട്ട് എടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഫിംഗേഴ്സിലൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കൈയിൻ്റെ താഴ്ഭാഗത്ത് കർവ് വരുന്ന ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈന് ഇത്തിരി കട്ടി കൂട്ടി തന്നെ വരച്ചു കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി മുകളിൽ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്യാപ്പിട്ടിട്ട് ഡോട്ട്സ് ഒന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വരക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ വരക്കാൻ പറ്റിയ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഒരു സിമ്പിൾ ഡിസൈൻ തന്നെയാണ് വരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉള്ളിലോട്ടായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഏകദേശം മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക. ഇതുപോലെ 5 എണ്ണം അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഗ്യാപ്പിട്ട് കയ്യിൽ ഫുള്ളായിട്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സിമ്പിൾ ഡിസൈനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.